ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MS എക്സലിൽ എങ്ങനെ ബ്ലാങ്ക് സെൽസിൽ ഡേറ്റ എൻ്റർ ചെയ്യാമെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ ടേബിളിൽ ചില സെൽസിൽ വാല്യൂസ് ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ ഉണ്ടാവത്തില്ല. ഫോർ എക്സാമ്പിൾ, നോട്ട് ആപ്ലിക്കബിൾ, നോ വാല്യൂസ്, സീറോ, അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഇടുന്ന കേസുകൾ നമുക്ക് വരാറുണ്ട് ഒരു ടേബിളിൽ. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വാല്യൂ ഒന്നുമില്ല എന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ പേരും ഓരോ പേപ്പറിനുള്ള മാർക്സുമാണ് ഞാൻ 1% ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ചില സെല്ലിലൊന്നും ഞാൻ വാല്യൂ ഇട്ടിട്ടില്ല. അതിനർത്ഥം ഫോർ എക്സാമ്പിൾ, എനിക്കിവിടെ ആബ്സെൻ്റ് എന്നുള്ള ഈ പേപ്പറിന് ആബ്സെൻ്റ് ആയിരുന്നു ഈ സ്റ്റുഡൻറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഞാൻ നോർമലി ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ ആബ്സെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എവിടെയൊക്കെ വാല്യൂസ് ഇല്ലാത്ത സെല്ലുണ്ടോ അവിടെ എല്ലാം പോയി കോപ്പി പേസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇത് ഒറ്റ ക്ലിക്കിൽ എങ്ങനെ എവിടെ എല്ലാം ഡേറ്റ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം. ഇതിപ്പോൾ ഇതൊരു ചെറിയ ടേബിളാണ്, അതുകൊണ്ട് നമുക്ക് ടൈം കൺസ്യൂമിങ് അല്ല. പക്ഷേ വലിയ ഡേറ്റ, വലിയ റോസ് ആൻഡ് കോളംസ് ഉള്ള ഒരു ടേബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പോയി കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ തീർക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഈ പെർട്ടിക്കുലർ ഡേറ്റയിലെ വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിൽ എഡിറ്റിംഗ് എന്നുള്ള റിബൺ നോക്കുക. ഹോം ടാബിൽ എഡിറ്റിംഗ് എന്നുള്ള റിബണിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഓപ്ഷൻ്റെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഫൈൻഡ് ആൻഡ് സെലക്റ്റിൽ ഗോ ടു സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗോ ടു സ്പെഷ്യലിൻ്റെ ഡയലോഗ് ബോക്സ് വരുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് ബ്ലാങ്ക്സ് എന്നുള്ള ഓപ്ഷൻ ബോക്സ് സെലക്ട് ചെയ്യുക. ബ്ലാങ്ക്സ് എന്നുള്ള ഓപ്ഷൻ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ എവിടെയൊക്കെ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിലുണ്ടോ അവിടെയെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. ഹൈലൈറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അതിൽ ആദ്യത്തെ ബ്ലാങ്ക് സെല്ലിലായിരിക്കും കേഴ്സർ ഇരിക്കുന്നത്. അവിടെ നമുക്ക് എന്താണ് നമുക്ക് ഈ ഫുൾ ബ്ലാങ്ക് സെൽസിൽ, നമ്മുടെ ഡേറ്റ റേഞ്ചിലുള്ള ബ്ലാങ്ക് സെൽസിൽ എന്താണ് എൻ്റർ ചെയ്യേണ്ടത്. എനിക്കിവിടെ ആബ്സെൻ്റ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആബ്സെൻ്റ് ABSENT എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം Ctrl+Enter പ്രസ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം Ctrl+Enter. അപ്പോൾ നമ്മുടെ ടേബിളിലെ ബ്ലാങ്ക് സെൽസ് എല്ലാം ഫില്ലാവും നമ്മുടെ പെർട്ടിക്കുലർ ഡേറ്റ കൊണ്ട്. എങ്ങനെയാണ് നമുക്ക് ബ്ലാങ്ക് സെൽസ് ഒരു ടേബിളിൽ റിമൂവ് ചെയ്യുന്നത്. താങ്ക് യു.